പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് മാത്തമാറ്റിക്സിന്റെ സമ്മേറ്റീവ് അസസ്മെന്റ് 1 ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദിസ് റെക്ടാങ്കുലർ ബോക്സ് വിത്ത് ദ ഗിവൺ മെഷർമെന്റ്. താഴെ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് അല്ലെ, ഒരു ചതുരപ്പെട്ടി നൽകിയിട്ടുണ്ട്. ഇത് ഇതേ അളവിൽ തന്നെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കെയിലും സ്ക്വയറും ഉപയോഗിച്ച് നിങ്ങൾ ഇത് വരയ്ക്കണം. ആദ്യം 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ നീളം വരച്ചിട്ട് പിന്നെ 3 സെന്റിമീറ്റർ ഇതിൽ വിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യണം, രണ്ടും യോജിപ്പിച്ച് സ്ക്വയർ ഉപയോഗിച്ച് ഇവിടെ നിന്ന് രണ്ടിടത്തുനിന്നും എടുത്തിട്ട് നിങ്ങൾ എന്താണ് നീട്ടി വരച്ച് അതിന്റെ അടിയിലേക്ക് വരച്ചിട്ട് നിങ്ങൾ ഇത് വരയ്ക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. എല്ലാവരും വരച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിനെ കുറിച്ച് താഴെ പറഞ്ഞിട്ടുള്ളവരിൽ ശരി അല്ലാത്തത്, നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാണ്, ശരി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് അതായത് എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഓൾ സൈഡ്സ് വിൽ ഓൾവേസ് ബി ഈക്വൽ, എല്ലാ വശങ്ങളും എപ്പോഴും തുല്യമായിരിക്കും. സി നിയറസ്റ്റ് സൈഡ് വിൽ ബി വേർട്ടിക്കൽ ടു ഈച്ച് അതർ, അടുത്തടുത്തുള്ള സൈഡുകള് വശങ്ങള് എപ്പോഴും വേർട്ടിക്കൽ ആയിരിക്കും, കുത്തനെയായിരിക്കും. നിയറസ്റ്റ് സൈഡ് നീഡ് നോട്ട് ബി ഈക്വൽ ഓൾവേസ്, അടുത്തടുത്ത വശങ്ങൾ എപ്പോഴും തുല്യമാകണമെന്നില്ല. ഇതില് ഓപ്ഷൻ ബി ആണ് ഇതിനെ കുറിച്ച് കറക്റ്റ് അല്ലാത്ത അത്. അപ്പൊ ഓപ്ഷൻ ബി, ഓൾ സൈഡ് വിൽ ഓൾവേസ് ബി ഈക്വൽ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. കുറച്ച് നമ്പേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ഇഫ് ദീസ് നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഫ്രം ദ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, നിങ്ങൾ ഈ നമ്പർ ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വിച്ച് വിൽ കം ജസ്റ്റ് ആഫ്റ്റർ 1,58,212, അതിനുശേഷം വരുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനുശേഷം 8 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും 7 വരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് എടുത്ത് എഴുതണം. 1,57,121, അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ എമംഗ് ദിസ്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്? ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഇതാണ് അല്ലെ. എങ്ങനെയാണ്? 1 crore എത്രയാണ്? 53 lakh 53 lakh 1 crore 53 lakh 24,821. ഇതാണ് ഏറ്റവും ലാർജസ്റ്റ്. നമ്മളിവിടെ 37 വരുമ്പോൾ ഡൗട്ട് വന്നു, പക്ഷെ 1 lakh അത് 15 lakh ആണ് അല്ലെ. അപ്പോ 1 crore 53 lakh 24,821. അപ്പൊ ഏതാണ് ശരിയായ ഉത്തരം? ഇതാണ് സിയുടെ ശരിയായ, ബിയുടെ ശരിയായ ഉത്തരം. ഇനി സി ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെന്റ് above the numbers are given below. കുറച്ച് നമ്പേഴ്സിനെ കുറിച്ച്, മുകളിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിനകത്ത് ഇതിലേതാ ശരിയെന്ന് വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. there are 2 numbers above 10 lakh. ഇതില് 10 lakhന് മേലെയുള്ള 2 നമ്പേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. there is no number above 1 crore. 1 crore മുകളിലുള്ള നമ്പർ ഇല്ല എന്ന് പറയുന്നു. there is no number below 1 million. 1 million താഴെയുള്ള നമ്പർ ഇല്ല എന്ന് പറയുന്നു. there is no number above 1 billion. 1 billion താഴെയുള്ള നമ്പേഴ്സ് മുകളിലുള്ള നമ്പേഴ്സും ഇല്ല എന്ന് പറയുന്നു. 1 billion മുകളിലുള്ള സംഖ്യകളും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് 1ഉം 4ഉം ആണ് ശരി. 2 നമ്പേഴ്സ് ഉണ്ട്, 10 lakhന് മുകളിലുള്ള 2 നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ there is no number above 1 billion. 1 billion മേലെയുള്ള നമ്പർ ഇല്ല. അപ്പൊ 1ഉം 4ഉമാണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ above number is close to 50 lakh. 50 lakhന് ക്ലോസ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? ഇതാണ് അല്ലേ, 15,37,821. അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്. 58,472 is a 5-digit number without repetition of digits. Write the largest 5-digit number using the digit without repetition. ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് റിപ്പീറ്റേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എന്താണ് ലാർജസ്റ്റ് 5-digit നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആദ്യം നോക്കുക ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ. 8 ആണ്. അതിനുശേഷം നമ്പർ 7 ആണ്. അതിനുശേഷം 5 ആണ്. അതിനുശേഷം 4 ആണ്. അതിനുശേഷം 2 ആണ്. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 5-digit നമ്പേഴ്സ് ഫോംഡ് ബൈ യൂസിങ് ദ ഡിജിറ്റ്സ് വിത്തൗട്ട് റെപ്പിറ്റേഷൻ. ഏതാണ്? എ ആണ് ഉത്തരം. ബിറ്റ്വീൻ 60,000 ആൻഡ് 70,000 അതാണ് എഴുതേണ്ടത്.
Next, write a 5-digit palindromic number which can be written using only the digits 8, 5 and 4. നമ്മൾ പാലിൻഡ്രോമിക് സംഖ്യകൾ പഠിച്ചിട്ടുണ്ട്. പാലിൻഡ്രോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ട് ഇട്ടാലും ഇങ്ങോട്ട് ഇട്ടാലും. ഇപ്പൊ കത്രിക എന്ന് എഴുതിയാൽ തിരിച്ചു വായിച്ചാൽ നമ്മൾ കത്രിക എന്ന് തന്നെ വായിക്കില്ലേ? എന്ന പോലെ നമ്പറിനെ നമ്മൾ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേപോലെ വായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പാലിൻഡ്രോമിക് സംഖ്യകൾ. അപ്പൊ ഇതിലെ 8ഉം 5ഉം 4ഉം മൂന്നെണ്ണേ തന്നിട്ടുള്ളൂ. അത് ഉപയോഗിച്ച് 5-digit നമ്പേഴ്സ് തിരിച്ചും മറിച്ചു വിട്ടാലും അതുപോലെ തന്നെ വായിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാനാണ് പറയണേ. അപ്പൊ 85458 അതിനെ തിരിച്ചിട്ടാലും 85458 തന്നെയാണ്. അതുപോലെ 45854നെ നമ്മൾ തിരിച്ചിട്ടാലും 45854 എന്നാണ് ഇടുക. 58485നെ തിരിച്ചിട്ടാലും 58485 എന്ന് തന്നെയാണ് ഇടുക. ഇനി write all 4-digit numbers using 584 and 3 in which 8 comes in the place of 100. ഇതില് നിങ്ങൾ 4-digit numbers ഉണ്ടാക്കണം. അതുപോലെ 8 എന്ന് പറയുന്നത് 100ന്റെ പ്ലേസിൽ വരണം. അപ്പൊ ആദ്യം തന്നെ ഉണ്ട് 5843 അല്ലെ? ഇനി അതുപോലെ 8 എപ്പോഴും 100ന്റെ പ്ലേസിൽ വരണം. 5834, 4853, 4835 അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 3081 and 4 without repeating the digits. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? Which is the largest number that can be formed using all the digit 3081 and 4 without repeating the digit. ഇതിലെ ലാർജസ്റ്റ് നമ്പർ എഴുതാൻ പറ്റുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ. അപ്പൊ ഏതാണെന്ന് നമുക്ക് എങ്ങനെ എഴുതാം നോക്കുക. ഏതായിരിക്കും? ഏറ്റവും വലിയ നമ്പർ ആദ്യം ഇടുക 8, പിന്നെ അതിനുശേഷം വന്ന നമ്പർ 4 ആണ്, 3 ആണ്, 1 ആണ്, 0 ആണ്. അല്ലെ? ഇങ്ങനെ എഴുതുക. ഇനി ഈ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സം ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 5-digit നമ്പേഴ്സ് ഫോംഡ് യൂസിങ് 3081 and 4 വിത്തൗട്ട് 16 into 36ന്റെ അതേ പ്രോഡക്റ്റ് തന്നെ സെയിം നമ്പർ എഴുതാൻ. അപ്പൊ 16ന്റെ സ്ക്വയർ നമുക്ക് 4 into 4 4 സ്ക്വയർ ആണ് അല്ലെ? 16 എന്ന് പറയുന്നത് ഇൻറ്റു 36 എന്ന് പറയുന്നത് 6 സ്ക്വയർ ആണ്. അപ്പൊ 6 into 6 അപ്പൊ 6 into 4 6 into 4 24 into 24 എന്ന് കിട്ടും. അപ്പൊ 16 into 36ന്റെ അതേ പ്രോഡക്റ്റ് തന്നെ വരുന്നത് ഏതായിരിക്കും? 24 into 24 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറച്ച് പാറ്റേൺ തന്നിട്ടുണ്ട്. ഇഫ് ദിസ് പാറ്റേൺ കണ്ടിന്യൂ വാട്ട് വിൽ ബി ദ സം ഓഫ് അല്ല അതല്ല ക്വസ്റ്റ്യൻ. ഇതിന്റെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 1 2 1 4 is equal to 4 1 2 3 2 1 റിപ്പീറ്റേഷൻ ആണ് അല്ലെ? അപ്പൊ ഇവിടെ 4 വരെ വന്നിട്ട് അപ്പൊ അടുത്തത് 5 വരെ വന്നിട്ട് 4 3 2 1 എന്ന് എഴുതണം. അപ്പൊ 25 എന്ന് കിട്ടും. അപ്പൊ 5 എന്ന് അടുത്തെടുത്ത് കഴിഞ്ഞാൽ അടുത്ത് 6 എടുക്കണം. 6 എടുത്താൽ പിന്നെ 5 4 3 2 1 റിപ്പീറ്റ് ചെയ്യും, 36 എന്ന് എഴുതും. ഇഫ് ദിസ് പാറ്റേൺ കണ്ടിന്യൂസ് വാട്ട് വിൽ ബി ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ 20th ലൈൻ? 20th ലൈനിൽ എത്ര ആയിരിക്കും? 400 ആയിരിക്കും. ഇനി 5th ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു 25 into 25? ഏതാണ്? ഡി ആണ്. 15 into 25 പ്ലസ് 15 into 25 ആണ് ബി. ഫിൽ ദ മിസ്സിംഗ് പാർട്ട് ആൻഡ് ഫൈൻഡ് പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ 24 ആണ് വരുന്നത്. 30 into 20 600, 5 into 20 100, 30 into 4 120, 5 into 4 20. ഇനി താഴെ തന്നിരിക്കുന്ന പാറ്റേൺ ഫിൽ ചെയ്ത് അതിന്റെ ബാക്കി 2 ലൈൻസും കൂടെ എഴുതാനാണ്. 1357 ആണ്. അപ്പം 13579 ഒറ്റ നമ്പേഴ്സ് ആണ് അല്ലെ? ഓട് 1 25, 13579 11 അപ്പൊ 36 ആണ്. പിന്നെ വാട്ട് ഈസ് ദ സം ഓഫ് നമ്പേഴ്സ് ഓൺ 15th ലൈനിൽ 2500 ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, there are some multiplication operations in column 2 which are equal to that in column 1. column 1ൽ ഈക്വൽ ടു 1ന് ഈക്വൽ ആയിട്ടുള്ളത് 2ൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 1 ഡി ആണ്, 2 സി ആണ്, 3 ബി ആണ്, ആൻഡ് 4 എ ആണ്. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. when a number was multiplied by 28 the product was 2128. what will be the number if next number is multiplied by 28? അതായത് നമ്മൾ ഒരു നമ്പറിനെ എന്താണ് 2115 ഒരു നമ്പറിനെ 28 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2128 കിട്ടി. അങ്ങനെയാണെങ്കിൽ 28 വെച്ചിട്ട് if next number is multiplied by 28 വെച്ച് നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഇത് കിട്ടുന്നത്? 2156. ഇനി there are 98 boys and 102 girls in a class. All children were given a paper bags on World Environmental Day. One paper bag cost 12 rupees. What is the total cost of this? ഒരു ക്ലാസ്സിൽ 98 ബോയ്സും 102 ഗേൾസും ഉണ്ട്. ഒരു സ്കൂളിൽ 98 ബോയ്സും 102 ഗേൾസും ഉണ്ട്. എല്ലാ കുട്ടികളും എന്താണ് പേപ്പർ ബാഗ്സ് വേൾഡ് എൻവയോൺമെന്റ് ഡേക്ക് കൊടുത്തു അല്ലെ? ഒരു ബാഗിന് 12 രൂപയാണ് ഉള്ളത്.
12 രൂപയാണ് ഒരു പേപ്പർ ബാഗിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപയായി എന്നാണ്. അപ്പൊ ടോട്ടൽ സ്റ്റുഡന്റ് കാണണം. ഇപ്പൊ 102 പ്ലസ് 98 വരുമ്പോൾ 200 കിട്ടും. അപ്പൊ ഒരു പേപ്പറിന് 12 രൂപയാണെങ്കിൽ 200 × 12 2400 രൂപയാണ് ഒരു പേപ്പർ ബാഗിന്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.